LDFിലെ മുതിർന്ന നേതാക്കന്മാർ എല്ലാ ജില്ലയിലെയും ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓരോരുത്തർ വെച്ച് പുറത്തോട്ട് പോവുകയാണ്. പല മുന്നണിയിലേക്ക് ചേക്കേറുന്ന സാഹചര്യമുണ്ട്. സാക്ഷാൽ കെ കരുണാകരൻ്റെ മകളെ BJPക്ക് കൊടുത്തു. ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും. സാക്ഷാൽ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ BJPക്ക് കൊടുത്തത്. അദ്ദേഹം ഇവരുടെ സോഷ്യൽ മീഡിയയുടെയും യുവജന വിഭാഗത്തിൻ്റെയും ഒക്കെ നേതാവായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കോൺഗ്രസിന്റെ MLA മാർ ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവരൊക്കെ ഉറച്ച് കോൺഗ്രസിൽ നിൽക്കുമോ? ഡോക്ടർ ജിൻഡോ ജോൺ 2021 കോൺഗ്രസിനെ ഓർക്കുകയായിരുന്നു. തുടർ പരാജയം എന്നുള്ളത് കോൺഗ്രസിന് എന്നുള്ളതല്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെ അത്രത്തോളം വലിയ ശീലമുള്ള ഒന്നല്ല. അവിടെ നിന്നൊരു പാർട്ടിയെ പിന്നീട് ഇങ്ങോട്ട് പണിയെടുത്ത് കൊണ്ടുവന്ന നേതാക്കളുണ്ട്. തുടർച്ചയായി ബൈ ഇലക്ഷനുകൾ ജയിക്കുന്നു, ലോക്സഭാ ഇലക്ഷനിൽ വലിയ തോതിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നു, തദ്ദേശത്തിൽ എഡ്ജ് കിട്ടുന്നു. അങ്ങനെ ഏറെക്കുറെ ഒരു പോരാട്ടത്തിനുള്ള ഗ്രൗണ്ട് ഒരുക്കി നിൽക്കുമ്പോഴാണ് ഒരു പൂർണ്ണ പട്ടിക 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം, അതിനുശേഷം ഇന്ന് പൂർണ്ണ പട്ടിക വരും എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോഴും തർക്കങ്ങൾ പരിഹരിക്കാൻ ദില്ലി ചർച്ചകളുമായി തുടരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്നലെ കണ്ടല്ലോ അല്ലേ ഡോക്ടർ ജിൻഡോ ജോൺ? മിനിയാന്നും കണ്ടല്ലോ അല്ലേ? മണ്ഡലങ്ങളാകെ നിറയുകയാണ് ഭരണപക്ഷം. 10 വർഷം അധികാരത്തിലിരുന്ന ഒരു പാർട്ടിക്ക് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന അത്ര പോലും 10 വർഷം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് മുന്നൊരുക്കം നടത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഭരണപക്ഷം എല്ലാ സീറ്റും പ്രഖ്യാപിച്ചപ്പോൾ CPIയുടെ സിറ്റിംഗ് MLA BJPയുടെ സ്ഥാനാർത്ഥിയാണ്. വൈക്കത്തെ മുൻ MLA BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ഭരണപക്ഷത്തെ LDFിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ LDFിലെ മുതിർന്ന നേതാക്കന്മാർ എല്ലാ ജില്ലയിലെയും ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓരോരുത്തർ വെച്ച് പുറത്തോട്ട് പോവുകയാണ്. പല മുന്നണിയിലേക്ക് ചേക്കേറുന്ന സാഹചര്യമുണ്ട്. ഞങ്ങൾ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരുപാട് പരാധീനതകളും ഒരുപാട് പ്രയാസങ്ങളെയും പോരാടി ജയിച്ച് ഇവിടം വരെ എത്തി നിൽക്കുന്ന ഞങ്ങൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ടും 100% വിജയസാധ്യത ഉള്ളവരായിരിക്കണം, 100-ലധികം സീറ്റിൽ വിജയിക്കാൻ പറ്റുന്നവരായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പരമാവധി സമയമെടുക്കുന്നത്. ഞങ്ങൾ സമയമെടുത്ത് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് കുറവുണ്ടെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇന്ന് UDFിൻ്റെ, മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കുറച്ച് സീറ്റുകളിലേക്ക് കൂടി പ്രഖ്യാപിക്കാനുണ്ട്. അത്തരം സീറ്റുകളിൽ കൂടി വേണ്ടത്ര ആലോചനയോടുകൂടി കൂടിയാലോചനകളും ചർച്ചകളും നടത്തി ഏറ്റവും വിജയസാധ്യതയുള്ള ആളുകളെ പ്രഖ്യാപിക്കും. ജനങ്ങൾ തീരുമാനിക്കട്ടെ. നേരത്തെ പ്രഖ്യാപിച്ചവരോ ഇടയ്ക്ക് വന്നവരോ അവസാനം പ്രഖ്യാപിക്കുന്നവരോ എപ്പോൾ വരുന്ന ആളുകളായാലും ആ മണ്ഡലത്തിന് ചേർന്ന ജനപ്രതിനിധികൾ ആരായിരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഡോക്ടർ ജിൻഡോ ജോൺ, പരാധീനതയും പ്രയാസവും, ഈ 2 വാക്കുകളാണ് ഡോക്ടർ ജിൻഡോ ജോൺ ഉപയോഗിച്ചത്. പരാധീനത കൊണ്ടോ പ്രയാസം കൊണ്ടോ അല്ല, പടലപ്പിണക്കം കൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക മുന്നോട്ട് പോകാത്തതെന്ന് അറിയാത്ത ആരാണ് കേരളത്തിലുള്ളത്? നിങ്ങളുടെ നേതാക്കൾ തന്നെ ഡൽഹിയിൽ നിന്ന് പ്രതികരണം നടത്തുമ്പോൾ കെ സുധാകരന്റെ ഭാഗത്തു നിന്നാണെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇനി സുധാകരനെ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്ന ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് ഒരു ദിവസം സ്വയംഭൂവായതൊന്നുമല്ലല്ലോ. ഈ പ്രശ്നങ്ങൾ നേരത്തെ പരിഹരിക്കാനെങ്കിലും നേതാക്കളെ വിശ്വാസത്തിലെടുത്തുള്ള ശ്രമം വേണ്ടിയിരുന്നില്ലേ? അല്ല, ഞങ്ങൾ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിക്കോ മുന്നണി എന്നുള്ള നിലയ്ക്ക് UDFിനോ ഇല്ലാത്ത വിഷമം മറ്റാർക്കും അക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നില്ല. ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഏകപക്ഷീയമായിട്ട് KPCC പ്രസിഡന്റോ DCC പ്രസിഡന്റോ UDF കൺവീനറോ ആരുടെയെങ്കിലും ഭാര്യയെ പ്രഖ്യാപിച്ചിട്ട് അതിനുശേഷം മറ്റാരും ഇനി ഒരാളോ ആവശ്യപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഏകപക്ഷീയമായിട്ട് ഒരു അഭിപ്രായത്തിന് പോലും ഇട നൽകാത്ത രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ അല്ല ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. എല്ലാ അഭിപ്രായങ്ങളെയും, അഭിപ്രായ വ്യത്യാസങ്ങളെയും, എതിരഭിപ്രായങ്ങളെയും ഒക്കെ എടുത്തിട്ട് എല്ലാത്തിനെയും വില കൊടുത്തിട്ട് അതിനെയൊക്കെ ചർച്ച ചെയ്ത് ഏറ്റവും വിജയസാധ്യതയുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സമയമെടുക്കും. ആ സമയം ഞങ്ങൾ എടുക്കുന്നു. നോമിനേഷൻ കൊടുക്കുന്ന സമയമായിട്ടില്ലല്ലോ. ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും ആദ്യം CPMനെ കുറിച്ചാണ് ചോദിച്ചത്. വി വസീഫ് വരുന്നുണ്ട്, തൽക്കാലം ചർച്ചയിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. CPMനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും അങ്ങ് ഇത്രയും കാലമായി നമ്മളൊക്കെ ഒരുമിച്ച് ചർച്ച ചെയ്യുന്നവരാണല്ലോ, സ്വാഭാവികമായി ഞാൻ CPMനോട് ചോദിക്കും. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് ചോദിക്കുന്നത് കോൺഗ്രസിനെ കുറിച്ചല്ലേ? അങ്ങ് പറയുന്നത് വിഷമം ആർക്കും വേണ്ടതില്ല എന്നാണ്. നോക്കൂ, ആത്മവിശ്വാസത്തോടു കൂടി ആർക്കും വിഷമം ഉണ്ടാക്കാത്ത തരത്തിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വെക്കേണ്ട ഉത്തരവാദിത്വം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു പാർട്ടിക്കില്ലേ? നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് മുഴുവനും പറയുമോ? മാധു, അതിലൊരു യാഥാർത്ഥ്യബോധത്തിൻ്റെ പ്രശ്നമുണ്ട്. ആർക്കും വിഷമമില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെയും ലോകത്ത് ഒരു പാർട്ടിക്കും പ്രഖ്യാപിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് ഓരോ മണ്ഡലത്തിലും ഒന്നിലധികം ആളുകൾക്ക് താല്പര്യങ്ങളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ വിഷമങ്ങളും സങ്കടങ്ങളും പലർക്കും ഉണ്ടാകും. പക്ഷേ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക്, മുന്നണി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വിജയസാധ്യതയുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് പ്രകാരം ഞങ്ങളുടെ ആളുകളെ തിരഞ്ഞെടുക്കും, സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കും. നോമിനേഷൻ കൊടുക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തുള്ളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം എല്ലാ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കും, നാളെ മുഴുവൻ പട്ടികയും പ്രഖ്യാപിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന
പറയുന്നിടത്ത് നിൽക്കാത്തൊരു പ്രശ്നമുണ്ട്. അതിനുശേഷം പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ആരെങ്കിലും 24 മണിക്കൂറിനകം പ്രഖ്യാപിക്കുമോ എന്ന് ചോദിക്കുമ്പോഴല്ലോ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിൽ നിന്നാണ് പ്രഖ്യാപനം ഉണ്ടായത്. ഇന്ന് മുഴുവൻ പട്ടിക എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഉണ്ടായത്. നടന്നില്ല, നിങ്ങൾ വിചാരിച്ചെടുത്ത് നിൽക്കുന്നില്ല. എങ്ങനെയാണ് നടക്കുന്നത് മാധു? ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ പൊതുയോഗ യാത്ര നടത്തി സമാപിച്ച് രാഹുൽ ഗാന്ധി വന്ന് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തിയതിനു ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാമെന്നാണ് ഞങ്ങളും വിചാരിച്ചിരുന്നത്. പക്ഷെ ഞങ്ങളെപ്പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് CPM-ന്റെ മുന്തിയ നേതാക്കന്മാർ ഞങ്ങളുടെ കൂട്ടത്തിൽ പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ചില പ്രയാസങ്ങളുള്ള സ്ഥലങ്ങളിൽ പോലും ഞങ്ങളെപ്പോലും ഞെട്ടിക്കുന്ന രീതിയിൽ CPM-ന്റെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നേതാക്കന്മാർ വരെ കോൺഗ്രസിലേക്കും UDF-ലേക്കും വരാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. ജയസാധ്യതയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ജയസാധ്യത മുൻനിർത്തി ആലോചിക്കുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. ഇനിയും ആളുകൾ വരാൻ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചില സമയം വൈകും. അതിനപ്പുറത്ത് ബാഹുല്യം കൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത് അല്ലേ? അങ്ങനെയും വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. ശരി, കണ്ണൂരിൽ എന്ത് വിസ്മയമാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതിപ്പോൾ എല്ലാ സീറ്റും ഒരേ സമയം പ്രഖ്യാപിക്കണമെന്നില്ലല്ലോ. എല്ലാ സീറ്റും ഒരേ സമയം പ്രഖ്യാപിക്കണമെന്നില്ല. കണ്ണൂർ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി അടുത്ത പ്രാവശ്യം ഈ 2026 മെയ് മാസത്തിൽ കേരള നിയമസഭയുടെ പടിക്കെട്ട് കയറാൻ പോകുന്ന കണ്ണൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ MLA ആയിരിക്കും. അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കും. അതിനുവേണ്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക. അഭിപ്രായങ്ങളും താല്പര്യങ്ങളും ഉള്ള പല ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാവരോടും കൂടി ആലോചിച്ച് ഏറ്റവും മിടുക്കനായിട്ടുള്ള ഏറ്റവും ജയസാധ്യതയുള്ള മിടുക്കുള്ള ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ശരി, ശ്രീ വി വസീഫ്, നിങ്ങളുടെ മുൻ MLA-മാർ, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പാർട്ടി ഉപേക്ഷിച്ച് പോകുന്നത് കൊണ്ടാണ് അവർക്ക് സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നാണ് ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും കുറേ പേര് ഇവർ നേരത്തെ മുതൽ ഇങ്ങനെ BJPക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. സാക്ഷാൽ K കരുണാകരൻ്റെ മകളെ BJPക്ക് കൊടുത്തു. ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും. അവരുടെ മുൻ മുഖ്യമന്ത്രിയും AICC നേതാവും ഇന്ത്യയിലെ തലതൊട്ടപ്പൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അധികായൻ എന്ന് പറയുന്ന സാക്ഷാൽ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയെ BJPക്ക് കൊടുത്തത്. അദ്ദേഹം ഇവരുടെ സോഷ്യൽ മീഡിയയുടെയും യുവജന വിഭാഗത്തിൻ്റെയും ഒക്കെ നേതാവായിരുന്നു. ഈ നമ്മുടെ K മുരളീധരൻ്റെ സഹോദരി K കരുണാകരൻ്റെ മകൾ എങ്ങനെയാണ് BJPയിലേക്ക് പോകുന്നത്? ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ വന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ നിന്ന് BJPയിൽ ചേർന്നിട്ടുണ്ട്. അങ്ങനെ കൂട്ടത്തോടെ കൊടുക്കുന്ന ഇവരെ കുറിച്ച് എന്ത് പറയാനാ? ഇനിയിപ്പോ ജയിച്ചു കഴിഞ്ഞാൽ പക്ഷേ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ P K ശശി, A സുരേഷ്, G സുധാകരൻ ഇവരൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് അവരുടെ പട്ടിക പൂർത്തീകരിക്കാൻ പറ്റാത്തതെന്ന്. അതെ, അതുകൊണ്ടായിരിക്കും സുധാകരന്റെ വീട്ടിലേക്ക് ഇങ്ങനെ മാറിയും തിരിഞ്ഞും മുണ്ടിടാതെയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ P K ശശിയെയും അതുപോലെ തന്നെ ഈ സുധാകരനെയും കുറിച്ചൊക്കെ എത്ര കാലമായി പറയാൻ തുടങ്ങി. P K ശശി ഞങ്ങളുടെ ഒരു പാർട്ടി മെമ്പർ മാത്രമല്ലേ? അങ്ങനെ എത്ര പാർട്ടി മെമ്പർമാരെ പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരുപാട് പേരെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. അവരൊക്കെ നിങ്ങൾ എടുത്തോ? അതിനാർക്കാ തർക്കം? അത് നിങ്ങൾക്കറിയില്ലേ അങ്ങനെയുള്ള ആളുകളുണ്ട് എന്നൊക്കെ? നേരത്തെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ? ഇതൊക്കെ നേരത്തെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഞങ്ങളുടെ പാർട്ടി മെമ്പറായിരിക്കുന്ന ഒരാൾ ഇപ്പോൾ നിങ്ങൾ മലമ്പുഴയിൽ നിർത്താൻ പോകുന്ന ആളെന്താ 13 വർഷമായി ഞങ്ങളെ പാർട്ടിയുമായിട്ട് ബന്ധമില്ല, ഞങ്ങളെ പാർട്ടി മെമ്പർഷിപ്പിൽ ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തെയൊക്കെയാണ് നിങ്ങളിങ്ങനെ പ്രതിസന്ധിയായി കാണുന്നത്. ആവട്ടെ, അതൊക്കെ നടക്കട്ടെ. ഞങ്ങൾ ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കകം കേരളത്തിൻ്റെ ഈ ജനങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും കൃത്യമായ രീതിയിൽ ഞങ്ങളുടെ പാനൽ അവതരിപ്പിച്ചു. ആ പാനൽ അവതരിപ്പിക്കുകയും മിനിറ്റുകൾക്കകം കേരളത്തിലുടനീളം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിലൂടെ ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഞങ്ങൾ ബഹുദൂരം മുന്നോട്ട് പോയി. സംഘടനാ രംഗത്ത് ഏറ്റവും കൃത്യമായ ഇടപെടൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചെയ്തു. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ UDF സംവിധാനത്തെ എങ്ങനെയാണ് ഈ ജനം വിശ്വസിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ പാനലിൽ അഭിപ്രായ വ്യത്യാസം അത് ആരുടേതും ഉണ്ടാവും. ചിലപ്പോൾ 1-2 പേർക്കൊക്കെ സീറ്റ് കിട്ടാത്ത ഒരു പ്രയാസം, സ്ഥാനാർത്ഥിയാവാത്തതിൻ്റെ നിരാശ, സ്ഥാനം കിട്ടാത്തതിൻ്റെ ഒരു പ്രയാസമൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അവരെ ഞങ്ങൾ അവരുടെ മുന്നിൽ അങ്ങ് മുട്ടുമടക്കി അങ്ങനെ ഞങ്ങളുടെ പാനൽ ഇന്നലെ വരെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും വർഗവഞ്ചകർ എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് അത് പരിഹരിക്കുകയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. T K ഗോവിന്ദൻ വർഗവഞ്ചകനാണ്, G സുധാകരൻ വർഗവഞ്ചകനാണ്, ആ നിലയ്ക്കാണല്ലോ. അല്ലേ? തീർച്ചയായിട്ടും അതിനെന്താ പ്രശ്നം? അവരൊക്കെ എന്താ ചെയ്തത്? ഞങ്ങൾക്ക് മത്സരിക്കാൻ കോൺഗ്രസിന്റെ പിന്തുണയും മറ്റു പലരുടെയും പിന്തുണയും ആഗ്രഹിച്ച് പോവുകയാണ്.
അങ്ങനെയുള്ളവരോട് എന്താ പറയേണ്ടത്? ഓ, വർഗസ്നേഹി എന്നാണോ പറയേണ്ടത്? അങ്ങനെ പറയാൻ തൽക്കാലം സൗകര്യമില്ല. വർഗവഞ്ചകർ എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുക. ഞങ്ങൾ ഈ വർഗസ്നേഹത്തിൽ ഊന്നിക്കൊണ്ട് വർഗപരമായ മുന്നേറ്റത്തിന്, വർഗസമരത്തിലൂടെ ഈ നാട്ടിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരെ ഇവിടെ വലതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഈ സംവിധാനത്തെ, ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ വർഗവഞ്ചകർ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക്. അല്ല, അപ്പൊ അങ്ങനെ ഈ വർഗവഞ്ചകർ നാട് വിളിക്കുമ്പോൾ ഇറങ്ങി പോകാൻ പര്യാപ്തരായവരാണോ ഇക്കാലം അത്രയും നിങ്ങളുടെ നേതാക്കളായി തുറന്നത്? അല്ല, നിങ്ങൾ ഇപ്പൊ പോയവരെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചോ? അതിലിപ്പോ പറഞ്ഞ ടി.കെ. ഗോവിന്ദന്റേത് ശരി, ഇപ്പോ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെയും പ്രായവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുക നിങ്ങൾ. ഇവിടെ നമുക്കൊക്കെ അറിയാലോ, എം.പി. രാഘവൻ ഇറങ്ങിപ്പോയ പാർട്ടിയല്ലേ ഇത്. അങ്ങനെ സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ സംഘടനയാണ്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒന്നോ രണ്ടോ, ഒരു വലിയ മൂവ്മെന്റ് ആകുമ്പോൾ ഒന്നോ രണ്ടോ പേർക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടാവും. 140 പേരെയല്ലേ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ പറ്റൂ. ഇത് അങ്ങനെയല്ലല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കോൺഗ്രസിന്റെ MLA-മാർ ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവരൊക്കെ ഉറച്ച് കോൺഗ്രസിൽ നിൽക്കുമോ? നിന്ന അനുഭവം ഉണ്ടോ നമ്മുടെ രാജ്യത്ത്? പോകട്ടെ, രാജ്യത്ത് പോട്ടെ. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ ഞങ്ങളാ ജയിച്ചത്. അവിടെ 8 സീറ്റാ കോൺഗ്രസിനുള്ളത്. BJP-യെ കൂട്ടി അവർ ഒരുമിച്ച് ഭരിക്കുകയല്ലേ. നിങ്ങളും ചർച്ച ചെയ്തല്ലോ ഒന്നോ രണ്ടോ ദിവസം. ആ ചർച്ച ചെയ്തപ്പോൾ ഇവരുടെ DCC പ്രസിഡന്റ് പറഞ്ഞത് ഉടൻ രാജിവെക്കും, ഇന്ന് രാജിവെക്കും, നാളെ നടപടി അല്ലേ. ഇപ്പോൾ അവർ ഭരിക്കല്ലേ അവിടെ, കോൺഗ്രസും BJP-യും ചേർന്നുകൊണ്ട്. അത് രാഷ്ട്രീയ നിലപാടിന്റെ പ്രശ്നം. ഇവർ നടപടിയെടുത്തോ? ഇവർ വർഗവഞ്ചകർ എന്ന് പോകട്ടെ, ഈ പറയുന്ന BJP-യുമായി കൈകൊടുത്ത് കെട്ടിപ്പിടിച്ച് ഭരണം നടത്തുന്നവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുത്തോ ഇവര്? ഇതവിടെ മാത്രമല്ല, കുമരകത്തുണ്ട്, മാളയിലുണ്ട്. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇപ്പൊ മത്സരിക്കാൻ പോകുന്ന മാളയിൽ വളരെ നേരത്തെ തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി വെച്ചതാ. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. മാളയിലും കുമരകത്തും മറ്റത്തൂരുമെല്ലാം ജയിച്ചു കഴിഞ്ഞ ഈ കോൺഗ്രസിന്റെ കൈപ്പത്ത് ചിഹ്നത്തിൽ ജയിച്ചു കഴിഞ്ഞ നേതാക്കന്മാരാണോ BJP-യുമായി കൂടിച്ചേർന്ന് ഭരണം നടത്തുന്നത് അധികാരത്തിന് വേണ്ടി? അവരോടെല്ലാം മൃദു സമീപനമാണ് സ്വീകരിച്ചത്. അവർക്കെതിരെ ഒരു നടപടി എടുക്കാനോ അവർക്കെതിരെ ഒരു വാക്കുകൊണ്ടെങ്കിലും അരുതെന്ന് പറയാനോ ഈ കോൺഗ്രസിന് ത്രാണിയില്ല, നട്ടലില്ല. എന്നിട്ടാവെന്ന് പറയുന്നത് PK ശശി പോലും ഭയങ്കര തീവ്രത അളക്കുന്ന ആളുകളായിരുന്നല്ലോ ഇവര്. ഞങ്ങളായിരുന്നില്ലല്ലോ. എന്തൊക്കെ ആക്ഷേപം പറഞ്ഞവരാ. എന്നിട്ട് ഇപ്പൊ പിന്നാലെ നടന്ന് പൂമാലയും കൊടുത്ത് നടക്കുക. അല്ല, ഇത്രയും കാലം പൂമാലയും അവിടെയും ഉണ്ടായിരുന്നല്ലോ. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണല്ലോ പാർട്ടി ഓഫീസുകളെ അനാശാസ്യ കേന്ദ്രമാക്കി എന്ന നിലയ്ക്കൊക്കെ പറഞ്ഞത്. അതിന് മുൻപ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അതിനൊക്കെ വളരെ കൃത്യമായി, അല്ല, അതിനെതിരെയൊക്കെ കൃത്യമായ നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതോ അതൊരു പ്രകോപനപരമായ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് പറ്റിയ തെറ്റാണ്, അത് തിരുത്തി, അവരെന്നെ തിരുത്തി. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. പറയുന്ന ഒരു ബോധ്യത്തിലാണല്ലോ വി വസീഫ്. അങ്ങനെ PK ശശിക്ക് തോന്നിയതുപോലെ പാർട്ടി ഓഫീസുകളെ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് പറയുകയാണ്. പീഡനവീരനാണ് എന്ന് ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി പറയുകയാണ്. എന്തുകൊണ്ടാണ് വർഷങ്ങളായി? ഞാൻ ഒറ്റ മിനിറ്റ് ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന PK ശശി എങ്ങനെയാണ് പാർട്ടി മെമ്പറായി ചുരുങ്ങിയത്? പാർട്ടി മെമ്പറും മറ്റു സ്ഥാനങ്ങളിലിരുന്ന സുരേഷ് എങ്ങനെയാണ് 13 കൊല്ലമായി പുറത്തിരുന്നത്? അവരെ ഞങ്ങളുടെ പാർട്ടിക്ക് യോജിക്കാത്ത പ്രവർത്തനം, അതായത് നേതൃസ്ഥാനത്ത് ഇരുത്താൻ പറ്റാത്ത തരത്തിൽ അവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണത്തിൽ വെച്ചതാ. വീണ്ടും അവർ തിരുത്തുമെന്ന് കരുതിയ മെമ്പർഷിപ്പിലേക്ക് കൊടുക്കുന്നത്. എന്നാൽ സുരേഷിന് മെമ്പർഷിപ്പിലും കൊടുത്തിട്ടില്ല. ശരി, ഓക്കെ. അവർ തിരുത്തുന്നില്ല, അവർ മറ്റു പല രീതിയിലേക്കും പോവുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് BJP-യുമായി കൈകൊടുക്കുന്നവരായി വരും.